പ്രതിപക്ഷം ഇന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ടെൻഡർ നിർമ്മിതി കേന്ദ്രക്കും അതോടൊപ്പം തന്നെ സിൽക്കിനൊക്കെ നൽകുന്നു, അത് ഉപകരാറായി തട്ടിക്കൂട്ട് കമ്പനിക്ക് നൽകുന്നു, അഴിമതി നടത്തുന്നു. ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു, പക്ഷേ അത് അംഗീകരിച്ചില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. എന്താണ് മറുപടി? അത്തരത്തിലുള്ള ഒരു ആവശ്യവും ഇതുവരെ ഞങ്ങളുടെ മുന്നാകെ വന്നിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ വെക്കുന്ന ഓരോ പദ്ധതിയും ഭരണസമിതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഭരണസമിതി അംഗീകരിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞ കുടിവെള്ള പദ്ധതി ആയാലും അതുപോലെ തന്നെ മോഡുലാർ ടോയ്ലറ്റ് ആയാലും ഒക്കെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അത് ടെൻഡർ ചെയ്ത് സിൽക്ക് എടുക്കുന്നു. സിൽക്ക് എടുത്തു കഴിഞ്ഞാൽ സിൽക്ക് മറ്റ് കരാറ് കൊടുക്കുന്ന ആർക്കാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കരാറ് നേരിട്ട് സിൽക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് ഭരണസമിതിയിൽ അത്തരത്തിലുള്ള ആക്ഷേപം സിൽക്കിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ പോട്ടെ, കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, അത് ഭരണ പ്രതിപക്ഷ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇല്ല തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും UDF ആയാലും LDF ആയാലും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. അത് അവർ നടത്തുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLA ആയാലും MP ആയാലും വെക്കുന്ന ഹൈമാസ് ലൈറ്റുകൾ പോലും സിൽക്കാണ് നടത്തിക്കുന്നത്. അപ്പോൾ സിൽക്കിന് ഇത് കൊടുക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് എന്താണ് അതിൽ അർത്ഥമുള്ളത്? ഞങ്ങളും അത് ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്. ഇപ്പം മോഡുലാർ ടോയ്ലറ്റ് ഇപ്രാവശ്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് വെച്ചതും ടെൻഡർ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾ വരുമ്പം അത്തരത്തിലാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അത് ബോർഡിൽ അംഗീകരിക്കുന്നു. ബോർഡിൽ അംഗീകരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും ഏത് തദ്ദേശ സ്ഥാപനമായാലും ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓഡിറ്റുകാർ പരിശോധിക്കുമ്പോൾ ചെറിയ ചെറിയ പരാമർശങ്ങൾ ഉണ്ടാവും. ആ പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കലാണ് സാധാരണ ചെയ്തു വരുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ണൂർ ജില്ലയിലെ നിങ്ങൾ ഏത് പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാലും ഓഡിറ്റുകാർ പരാമർശം എഴുതി വെക്കാത്ത ഒരു പദ്ധതി പോലും ഉണ്ടാവില്ല. അപ്പം അതിന് കൃത്യം ഇപ്പം കുടിവെള്ള പദ്ധതി, വാട്ടർ പ്യൂരിഫയറാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ പ്യൂരിഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയറിൽ കൃത്യമായി ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ചെയ്യാത്തത് കൊണ്ട് ചില സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ആ എടുത്ത കരാറുകാരൻ തന്നെ കൃത്യമായ ക്ലാസ്, ഒരു വീഡിയോ ക്ലിപ്പിംഗ് എല്ലാ സ്കൂളിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അവർ പറയുന്നത് ഒന്ന് അഴിമതി എന്നുള്ളത്. എന്തഴിമതി അതിലുള്ളത്? അപ്പം ഇങ്ങനെയാണ് ഓരോ പദ്ധതിയിലുള്ളത്. അപ്പം ഇന്ന് ഈ ഓഡിറ്റിലുള്ള പരാമർശവും ഭരണസമിതി ചർച്ച ചെയ്തതാണ്. അന്നൊന്നും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് ഭരണസമിതിയിൽ അജണ്ടയിലേ ഇല്ലാത്ത നമ്മുടെ ഓരോ അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇതെടുത്ത് ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായ മറുപടി കൊടുത്തു. അവിടെ മറുപടി കൊടുത്തപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ഇറങ്ങിപ്പോയി. അതാണ് അതിൽ പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ശരിയല്ല, അതിനുള്ള കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഒരു മറുപടിയും നൽകിയിട്ടില്ല ഇതുവരെ എന്നാണ്. കൃത്യമായി അത് പ്രതിപക്ഷവും ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ ഭരണസമിതിയിൽ ചർച്ച ചെയ്യുന്നത് കേൾക്കണം. ഭരണസമിതിയിൽ ഓരോ കാര്യത്തിനെക്കുറിച്ചും ഈ വന്ന പരാമർശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന് കൊടുക്കേണ്ട മറുപടികളും ചർച്ച ചെയ്തുകൊണ്ടാണ് ബോർഡ് മീറ്റിംഗ് കഴിയുന്നത്. അങ്ങനെ കൃത്യമായി ഏത് ഓഡിറ്റിലായാലും കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് അവരെ കയ്യിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അത് എവിടെയും കിട്ടുന്നതാണല്ലോ. ഈ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാത്രം എന്തുകൊണ്ട് കരാർ കിട്ടുന്നു എന്നൊരു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കി അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഓരോ പദ്ധതിയിലായാലും അത് നടപ്പിലാക്കി പരിചയമുള്ള ആളുകൾക്കാണ് അതിൽ മുൻഗണന വരിക. ആ രീതിയിലാണ് ഈ പദ്ധതി കൊടുക്കുന്നത്. അത് ടെൻഡറിൽ തന്നെ പറയുന്നുണ്ടാവും. ഫസ്റ്റ് തന്നെ പറയൂ എന്തൊക്കെയാണ് ഓരോ ടെൻഡറിലും വരുന്ന മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരാളെ തിരഞ്ഞെടുക്കുന്നത്. അത് ആർക്കും പരിശോധിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കുക, അതിലൊരു തടസ്സവുമില്ല. ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ശരിയല്ല, അടിസ്ഥാനമുള്ളതല്ല. അത് മുഴുവനും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അവസാന ഘട്ടം, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ ഓഡിറ്റിൽ വന്ന പരാമർശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഉന്നയിക്കാത്ത കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പം ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വാർഡ് വിഭജനമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോട് കണ്ണൂർ കോർപ്പറേഷനിൽ ഈ ചിലരുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നപ്പോൾ അത് അഴിമതിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊരു കൗണ്ടർ എന്നുള്ള രീതിയിലാണോ ഈ ആരോപണങ്ങൾ വരുന്നത്? അങ്ങനെ ആയിരിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല അവരേത് രീതിയിലാണ് ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നുള്ളത്. അതല്ലാതെ ആണെങ്കിൽ നമ്മൾ ഈ കാര്യം ഭരണസമിതിയിൽ ഇപ്പോൾ അജണ്ട എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇതൊക്കെ ആർക്കും കിട്ടുന്നതാണല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ആ അജണ്ടയ്ക്കകത്ത് ഓഡിറ്റ് പരാമർശം വെച്ചുകൊണ്ടുള്ള ചർച്ച ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തായാലും ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അത്തരത്തിൽ എന്താവശ്യം, എന്ത് വിജിലൻസ്, എന്ത് കാര്യമായി പറയുന്നത്? അതൊന്നും അടിസ്ഥാനരഹിതമാണ് പറയുന്നത്.